കൂട്ടുകാരെ, സോണിയസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത്. അവസാനം വീഡിയോ ഇട്ടത് ഡിസംബറിൽ, എനിക്ക് തോന്നുന്നു ക്രിസ്മസ് വ്ലോഗിന് എന്തോ ആണ് ഇട്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നെയിൽ ഗ്രോത്തിനെ കുറിച്ച് ഒരു വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും റിപ്ലൈ കൊടുക്കാനൊന്നും പറ്റിയില്ല. ഞാനിവിടെ സൈഡിൽ കാണിക്കാം. അപ്പൊ നെയിൽ ഗ്രോത്തിനെ കുറിച്ച് കൂടുതൽ വീഡിയോസ് ഇടാമോ എന്നൊക്കെ ചോദിച്ച് വന്നിരുന്നു. അതിനെ പറ്റില്ല. പക്ഷെ നമ്മള് ഈ വീഡിയോ ഞാൻ ഇടുമ്പോൾ നമ്മളെ അറിയാത്തവരാണെങ്കിലും കുറച്ച് പേരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഞാൻ മെയിനായിട്ടും ഡിസംബർ കഴിഞ്ഞ് നമ്മൾ ഇടാഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഡിസംബറിലാണ് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത്. അപ്പൊ ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പത്തെ 32 വീക്സ് ആയി. അപ്പം നമ്മൾ അതുകൊണ്ട് അങ്ങനെ എന്താ പറയുന്ന വീഡിയോ, ഫോൺ നോക്കാനും വീഡിയോ എടുക്കാനും ഒക്കെയുള്ള ഒരു സത്യത്തിലൊരു നമുക്കൊരു മൂഡും ഇല്ല, ഒരു എന്താ പറയുന്നേ, ഒരു മടി എന്ന് പറയാം. അപ്പൊ അങ്ങനെ അങ്ങ് പിന്നെ അതിന്റെ ആ ഒരു ഇത് അങ്ങ് നിന്നു പോയി എന്ന് തന്നെ പറയാം. പിന്നെ നെയിൽ ഗ്രോത്തിനെ കുറിച്ചാണെങ്കിലും ഞാൻ കൂടുതൽ ഇനി വീഡിയോസ് ഇടാം. ഇപ്പം ഞാൻ എൻ്റെ നെയില്, ഇപ്പം പ്രഗ്നൻസിയിൽ എൻ്റെ നെയിലെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഇതിപ്പോൾ കഴിഞ്ഞ ആഴ്ച വെട്ടത്. പക്ഷെ പെട്ടെന്ന് എനിക്ക് വളരും. അതുകൊണ്ട് പിന്നെ ഓവറായിട്ട് നെയിൽ പോളിഷും കാര്യങ്ങളും ഒക്കെ എപ്പോഴും ഹോസ്പിറ്റലൊക്കെ പോകേണ്ടതുകൊണ്ട് ഇപ്പം അതൊന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും അതേക്കുറിച്ച് കാണിക്കാത്തത്. പിന്നെ അതുപോലെ തന്നെ കാലില് സ്പാ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചും കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. കൂടുതൽ സ്പാ ചെയ്യുന്ന വീഡിയോസ് കാണിക്കാവോ ചോദിച്ച്. ഇപ്പൊ എനിക്ക് ഇങ്ങനെ നമുക്ക് വയറുള്ളത് കൊണ്ട് കുനിയാനോ അങ്ങനെ എനിക്ക് സ്പാ ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് എനിക്ക് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇത് കഴിയുമ്പോൾ ഞാൻ എല്ലാ വീഡിയോസും ഇടുന്നതാണ്. അപ്പം എന്റെ പ്രഗ്നൻസി സ്റ്റോറി ചെറുതായിട്ട് പറയാട്ടോ. ഡിസംബറിലാണ്. അപ്പൊ ഡിസംബറിൽ ഓൾറെഡി ഞാൻ പ്രഗ്നന്റ് ആണ്. പക്ഷെ ഞാൻ അറിയുന്നില്ല ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ സത്യത്തിൽ എൻ്റെ പീരീഡ്സ് നവംബറിലായിരുന്നു. നവംബർ 25 ആയിരുന്നു. അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടൈം ഡിസംബറിലാണ്. ഡിസംബർ ഒരു 26 27 ആ ഒരു ടൈമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡിസംബറിൽ ക്രിസ്മസും കാര്യങ്ങളും, ചർച്ചിൽ പോകുന്നു. പിന്നെ നമ്മൾ കൂടുതലും ട്രാവൽ ചെയ്യുന്നത് ബൈക്കിലാണ്. അപ്പോൾ അങ്ങനെ പോകുന്നു നമ്മൾ. പിന്നെ ഇതിന്റെ വ്ലോഗ് കണ്ടല്ലോ, നമ്മൾ സ്റ്റാർ തൂക്കാനുള്ള തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോകുന്നു. അപ്പം പ്രത്യേകിച്ച് എനിക്ക് സിംറ്റംസ് ആയിട്ട് ആ ഒരു മാസം ക്രിസ്മസിൽ വന്നില്ല. പിന്നെ പ്രത്യേകിച്ച് വന്നെന്ന് പറഞ്ഞാൽ കാലിന് ഭയങ്കര വേദനയുണ്ടായിരുന്നു. അപ്പം അത് ഒരിക്കലും ഇല്ലാത്ത ഒരു കട്ടുകഴപ്പ് എന്ന് പറയാം. നമ്മൾ ഇരിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പം നടക്കുമ്പോഴാണെങ്കിലും ഒക്കെ നമ്മൾ കാലൊരു ഇങ്ങനെ ഭയങ്കരമായിട്ട് മസിൽ കയറുന്ന ഒരു വേദനയല്ല. മസിൽ കയറുമ്പോൾ നമുക്കറിയാം. പക്ഷേ ഭയങ്കര കട്ടുകഴപ്പാണ് തോന്നുന്നത്. അപ്പം ഞാൻ ആലോചിച്ചത് എന്താണ് ഇങ്ങനെ കാലിങ്ങനെ ഭയങ്കരമായിട്ട് കട്ടുകഴിക്കുന്നു. അങ്ങനെ ഒന്നാമത്തെ സിംറ്റംസ് ആണ് എനിക്ക് കാല് കഴുപ്പ്. ഭയങ്കര മുട്ടിൻ്റെ താഴേക്കായിരുന്നു ഫുള്ള്. എനിക്കൊന്ന് 1-2 ആഴ്ചയുണ്ട് അതിങ്ങനെ നിൽക്കുകയാണ്. നടക്കുമ്പോഴാണേലും ഭയങ്കര ഒരു പെയിൻ, ഇരിക്കുമ്പോഴാണേലും എന്തോ ഒരു മസിൽ കയറ്റമല്ല, പക്ഷെ അല്ലാത്ത ഒരു പെയിൻ. പിന്നെ ആ മാസം എനിക്ക് അനുഭവപ്പെട്ടത്, ഞാൻ പൊതുവെ എരിവ് എനിക്ക് അധികം ഇഷ്ടമില്ല. പക്ഷെ പുളിയൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷെ എരിവ് നമ്മളിപ്പോൾ ഒരു കൂട്ടാൻ ഉണ്ടാക്കിയാലും അല്ലെ കറി ഉണ്ടാക്കിയാലും എനിക്കിങ്ങനെ ചാറ്, നമ്മുടെ ആ ഗ്രേവി എനിക്ക് അങ്ങോട്ട് അത്രയ്ക്ക് ഇഷ്ടമില്ല. മീൻകറി വെച്ചാൽ എനിക്കതിന് ഗ്രേവിയോട് താല്പര്യം. ആ ഒരു പീസ് മാത്രം എടുത്ത് ചോറിനകത്തിട്ട് കഴിക്കലാണ് എൻ്റെ പതിവ്. പിന്നെ അതുപോലെ തന്നെ കറികളാണെങ്കിലും അങ്ങനെ വലിയ ഗ്രേവി ഒഴിച്ച് ചോറിനകത്തോട്ടിട്ട് കഴിക്കുന്ന ആ ഒരു ഇതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. അത് നമ്മൾ ആ പീസ് മാത്രം എടുത്ത് ഇങ്ങനെ ചോറിനകത്ത് വെച്ച് കഴിക്കുകയാണ്. സാധാരണ ആൾക്കാർ ഗ്രേവി കൂടെ കൂട്ടിയാണ്. പക്ഷെ എനിക്ക് അങ്ങനെ എരിവിനോട് എനിക്ക് വായിൽ എരിവ് വെച്ച് കഴിഞ്ഞാൽ തന്നെ എനിക്ക് കണ്ണിക്കൂടൊക്കെ വെള്ളം വരും. അങ്ങനെ ചെറിയ എരിവാണെങ്കിൽ പോലും എനിക്ക് പറ്റത്തില്ല. പക്ഷെ ആ സമയത്ത് ഞാൻ ഇന്നും ഓർക്കുന്നു, എനിക്ക് എരിവ് ഭയങ്കരമായിട്ട് വേണം എനിക്ക് ആ ഒരു മാസം. പക്ഷെ എന്നിട്ടും എനിക്ക് പ്രത്യേകിച്ച് നമുക്കിതിനെക്കുറിച്ച് എന്താ പറയുക, നമ്മളങ്ങനെ ചിന്തിക്കുന്നില്ല. അപ്പം ഞാൻ കുറേ മുളക്
ഇതാക്കി. അല്ലാതെ ഞാൻ ചാറ് ഒഴിച്ച് കഴിക്കാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് ഗ്രേവി, അങ്ങനെ ഗ്രേവി കഴിച്ച് ഭയങ്കരമായിട്ട് ചോറിലിട്ട് കഴിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് എരിവൊന്നും പോരാതാകും. പിന്നെ അച്ചാറ് ഭയങ്കരമായിട്ട്, പുളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അച്ചാറിന് മാങ്ങ ആ സമയത്ത് ഡിസംബറിലൊക്കെ ഞങ്ങളുടെ മാവി ഭയങ്കര മാങ്ങയുള്ള സമയമാണ്. അപ്പോൾ ആ സമയത്ത് കണ്ണിമാങ്ങ ആയി വരുവാണ്. അപ്പം ഞാൻ ഈ കണ്ണിമാങ്ങ പറിച്ച് ഉപ്പ് കൂട്ട് മുറ്റത്തിരുന്ന് കഴിക്കുകയാണ്. പതിവില്ലാത്ത ഒരു മാതിരി രീതികളായിരുന്നു. പിന്നെ ഉപ്പ് കൂട്ടി തിന്നാന്ന് പറഞ്ഞാൽ ഒരെണ്ണമൊന്നുമല്ല, ഒരു 5-6 ഒരു ഇരിപ്പിലിരുന്ന് തിന്നുന്നു. പിന്നെ അച്ചാറാണെങ്കിലും പുളിയുള്ള മാങ്ങയുടെ അച്ചാറുകൾ കഴിക്കും. പിന്നെ എരിവുള്ള സാധനങ്ങൾ, അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഞാൻ എരിവുള്ളതൊന്നും അങ്ങനെ കഴിക്കാറില്ല. പക്ഷേ എരിവുള്ള ഇത് കഴിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ വറ്റൽമുളകുണ്ടല്ലോ, വറ്റൽമുളകും ഈ ഉള്ളി ഇട്ടിട്ട് നമ്മളിങ്ങനെ വറുത്തിട്ട് അല്ലാതെ സമ്മന്തി ആക്കുമല്ലോ, അങ്ങനെ സമ്മന്തിയാക്കി ചോറിനകത്ത് തന്നെ അത് മാത്രമായിട്ട് അത് നല്ല എരിവിൽ കഴിക്കാൻ തുടങ്ങുന്നു. അങ്ങനെയൊക്കെ കുറേ സിംറ്റംസ്. എന്നിട്ട് നമ്മൾ അറിയുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഡിസംബറിൽ എൻ്റെ വീട്ടിൽ പോയപ്പോൾ ബ്രദർ ഉണ്ടായിരുന്നു. അവൻ്റെ കൂടെ ഞങ്ങൾ മൂവി കാണാൻ പോയി. അതുമൊക്കെ അവിടുന്ന് തിരിച്ച് ഞാൻ തന്നെ വണ്ടി ഓടിച്ച് തിരിച്ചു വരുന്നു. അവനെ പുറകിൽ നിർത്തി ഞങ്ങൾ സ്കൂട്ടർ ഓടിച്ച് എനിക്ക് തോന്നുന്നു ഒരു 6-7 കിലോമീറ്റർ ഞാൻ ഓടിച്ചിട്ടുണ്ടായിരിക്കും. പകുതി വെച്ചാണ് ഓടിച്ചത്. അത്രയും ഓടിച്ച് റോഡിൻ്റെ അവസ്ഥയെ അറിയാതെ അതിലൂടെയൊക്കെ കടന്നു വന്നു. അത് കഴിഞ്ഞ് ഡിസംബറിൽ ആണ് ഇതുപോലെ നമ്മുടെ ആ ഒരു ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ കഴിഞ്ഞു. ന്യൂ ഇയർ കഴിഞ്ഞില്ല, 27 നമ്മൾ എക്സ്പെക്ട് ചെയ്ത ടൈം. അപ്പോൾ 27 എക്സ്പെക്ട് ചെയ്ത ടൈം. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ചെറിയ തോതിൽ, അപ്പം ഞാനിങ്ങനെ പീരിയഡ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ ആ സമയമായപ്പോൾ ചെറിയൊരു സ്പോട്ടിങ് പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു അത് പീരിയഡ്സ് ആയിരിക്കും എന്നോർത്തു. അപ്പോൾ ആ ഒരു ദിവസം എനിക്ക് തോന്നുന്നു 27-നോ 28-നോ ഡിസംബർ. അപ്പോൾ ഒരു സ്പോട്ടിങ് വന്നു. ഞാൻ ഓർത്തു പീരിയഡ്സ് വന്നു, കുഴപ്പമില്ല ആയി എന്നോർത്തു. പിന്നെ ആ ഒരു പിറ്റേ ദിവസം ഉച്ചവരെ ആ ഒരു സ്പോട്ടിങ് ഉണ്ടായിരുന്നു. ഒരു ദിവസം 1.5 ദിവസം ഉണ്ടായിരുന്നു. അപ്പം ഉച്ചയായപ്പോൾ തൊട്ട് നമ്മുടെ സ്പോട്ടിങ് കഴിഞ്ഞ് നോർമൽ പോലെയായി. അപ്പം ഞാൻ ഓർത്തു സാധാരണ ഇങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടേ ഇല്ല. 1.5 ദിവസം കൊണ്ട് ഒരു ചെറിയ സ്പോട്ടിങ് പോലെ വന്നിട്ടേ ഇല്ല. പിന്നെ എനിക്കൊരു ഡൗട്ട് തോന്നി, എന്താണ് കാരണം 1.5 ദിവസത്തിനുള്ളിൽ ഇങ്ങനെ ഒരു സ്പോട്ടിങ് മാറാനായിട്ടെന്ന്. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ പ്രഗ്നന്റ് ആകുന്ന സ്ത്രീകളിൽ 50% ആൾക്കാർ, മുഴുവൻ സ്ത്രീകൾക്കും ഇല്ല, പലർക്കും ഇല്ല, ചിലർക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു അനുഭവം. അത് പ്രഗ്നൻസി സമയത്ത് ഫെലോപ്പിയൻ ട്യൂബ് വഴി ഈ എഗ്ഗ് പോയി നമ്മുടെ യൂട്രസിനകത്ത് പോയി അത് പറ്റി പിടിച്ചിരിക്കുമ്പോഴാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് അല്ലെങ്കിൽ സ്പോട്ടിങ് ഒക്കെ ഉണ്ടാകുന്നത്. അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, കുറച്ച് പേർക്ക് മാത്രം. ചിലർക്ക് ആ മാസം മിസ്ഡ് പീരീഡ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്, അപ്പം വരാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ വന്നപ്പോൾ ഒരു ഡൗട്ട് തോന്നി. പിന്നെ ഞാൻ ഓർത്തു എന്തായാലും വെയിറ്റ് ചെയ്യാം, 2-3 ദിവസം കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്ന് ഓർത്തു. അങ്ങനെ പിന്നെ ന്യൂ ഇയർ വന്നു. പിന്നെ ഞാനത് വിട്ടു. ഞാൻ ഇനിയിപ്പം എന്താണെന്ന് പറയുക, ഇങ്ങനെ എനിക്ക് വന്നിട്ടേ ഇല്ല. ഇനിയിപ്പോൾ എനിക്ക് എന്തെങ്കിലും PCOD അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ട് ഇനി ഒരു ദിവസം വന്നതാണോ. പക്ഷെ എന്നാലും സ്പോട്ടിങ് ആയതുകൊണ്ട് നമുക്ക് മനസ്സിൽ പിന്നെ നമ്മൾ എന്താ പറയുക, ഒത്തിരി അങ്ങനെ വലിയ സങ്കല്പങ്ങളൊന്നും ആകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാനതങ്ങ് വിട്ടു. പിന്നെ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ കറക്റ്റ് ജനുവരി 2. അപ്പം അതുവരെ ഞാൻ വെയിറ്റ് ചെയ്തു. ഒരാഴ്ച ഉണ്ടെന്ന് തോന്നുന്നു വെയിറ്റ് ചെയ്തു. ജനുവരി 2 ഞാനിതുപോലെ ഒരു കാർഡ് ടെസ്റ്റ് ചെയ്യാമെന്ന് ഓർത്തു. അങ്ങനെ വെളുപ്പിനെ കാർഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി, ഫസ്റ്റ് യൂറിനെടുത്ത് നോക്കി. അപ്പം അപ്പോഴാണ് വളരെ സന്തോഷമായ ഒരു കാഴ്ച നമ്മൾ കണ്ടത്. ഒരു 2 ലൈൻ കണ്ടിരുന്നു. അത് ഒരു ഫെയിൻറ്റ് ലൈനാണ്, പക്ഷേ 2 ലൈൻ തന്നെയാണ്. പിന്നെ നമ്മളപ്പം തന്നെ ഗൈനക്കിനെ പോയി കണ്ടു. ബ്ലഡ് കൊടുത്തു. നമ്മൾ പ്രഗ്നൻസി കൺഫേം ചെയ്യാനായിട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് റിസൾട്ടൊക്കെ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ബ്ലഡിൻ്റെ റിസൾട്ടൊക്കെ വന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കൺഫേം ആക്കി. പിന്നെ ഡോക്ടർ വീണ്ടും ഒരു
എനിക്കൊന്ന് 3-4 ദിവസം കൂടെ കഴിഞ്ഞ് വരാൻ പറഞ്ഞു, കറക്റ്റ് വീക്സ് അറിയാനായിട്ട്. പിന്നെ നമ്മൾ വീണ്ടും ഒരു ബ്ലഡ് ടെസ്റ്റ് കൂടി എടുത്തു, പ്രഗ്നൻസി കൺഫേം ആക്കി. പിന്നെ ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ 32 വീക്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഒരു കുഞ്ഞു സ്റ്റോറി. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് കുറച്ച് ബെഡ് റെസ്റ്റും കാര്യങ്ങളും ഒക്കെ 5-ാം മാസം തൊട്ട് വന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേറൊരു വീഡിയോയിലിടാം, എന്തുകൊണ്ടാണ് ബെഡ് റെസ്റ്റ് വേണ്ടി വന്നത്, അതിൻ്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ വേറൊരു വീഡിയോസിലിടാം. ഇപ്പം ഇതിപ്പം ചെറിയൊരു ഡിസംബർ ജനുവരി മാസത്തിലെ ഒരു ചെറിയ സ്റ്റോറിയാണ്. നമ്മൾ എങ്ങനെയാണ് ഇത് അറിഞ്ഞത് എന്നുള്ളത് ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. പിന്നെ നമ്മുടെ ഈ ജേർണിയിൽ ഉണ്ടായേക്കുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ഇടാം. ഒന്നിലും കുറച്ച് പേരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നറിയാം. ഒരുപാട് പേരില്ലെങ്കിലും അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇപ്പം ഹെൽത്തും കാര്യങ്ങളൊക്കെ കുറച്ച് ഇതൊക്കെ ആയപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ്. ബെഡ് റെസ്റ്റിൽ ഇരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഓർക്കും, ബെഡ് റെസ്റ്റിൽ ഇരിക്കുന്ന ആൾ എഴുന്നേറ്റിരുന്ന് കുറച്ച് നേരമൊക്കെ നമുക്ക് ഇരിക്കാം, കൂടുതൽ സമയം കിടക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇരിക്കുന്ന സമയം കൊണ്ട് ഞാൻ ചെറിയൊരു വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.